ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360യിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വേൾഡ് ഡിസബിലിറ്റി ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മുടെ കരിയർ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഡിസേബിൾഡ് പേഴ്സൺസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, ഈ ഒരു കോഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണ് ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, ഇതിന്റെ സാലറി കാര്യങ്ങൾ എങ്ങനെയാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് നമ്മൾ ഇതിന്റെ സർട്ടിഫിക്കേഷൻ അപ്രൂവൽ ആയിട്ടുള്ളത് പഠിക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളത് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ നോക്കാം. ഇന്ന് ലോക ഭിന്നശേഷി ദിനം ആഘോഷിക്കുന്ന ഈ സുപ്രധാന വേളയിൽ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ 2 സുപ്രധാന കോഴ്സുകളുടെ പ്രാധാന്യം അവതരിപ്പിക്കുന്നത് ഈ രംഗത്ത് കരിയർ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാകും. ലോകമെമ്പാടുമായിട്ട് ഏകദേശം 200 ദശലക്ഷത്തിലധികം വ്യക്തികൾ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ കാരണം ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇത് ഭിന്നശേഷിക്കാർക്ക് തുല്യത അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ജീവിതശൈലി, പരമാവധി പങ്കാളിത്തം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ലോകത്തിലെ ഭിന്നശേഷി ദിനത്തിന്റെ പരമലക്ഷ്യം തന്നെ. ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നത് 2 പ്രൊഫഷണൽ കോഴ്സുകളാണ്. അതാണ് BSLP ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ദെൻ BOT ഒക്യുപേഷണൽ തെറാപ്പി എന്നിവ. ഇവ 2 കോഴ്സുകളും ഭിന്നശേഷിക്കാരുടെ ജീവിതത്തിൽ നൽകുന്ന സംഭാവനകളുടെ ആമുഖമാണ് ഇനിയുള്ളത് നമ്മൾ താഴെ ഈ വീഡിയോനകത്ത് നോക്കുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും, സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾക്കും, അപേക്ഷാ നടപടികൾക്കും, കരിയർ ഗൈഡൻസിനും ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്താണ് BSLP? ഒരു വ്യക്തിയുടെ സാമൂഹ്യ ജീവിതത്തിന്റെയും വിദ്യാഭ്യാസപരമായ വളർച്ചയുടെയും അടിത്തറയാണ് ആശയവിനിമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആശയവിനിമയ ശേഷി നഷ്ടപ്പെടുമ്പോൾ വ്യക്തികൾ ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ BSLPയുടെ പങ്ക് എന്ന് പറഞ്ഞാൽ കേൾവി അല്ലെങ്കിൽ സംസാരം, ഭാഷ എന്നിവയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളെല്ലാം നീക്കി ആശയവിനിമയത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുത്ത് നൽകാൻ BSLP വിദഗ്ധരെ സഹായിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ ജീവിതത്തിലെ കേൾവി കുറവുള്ള ഒരു കുട്ടിക്ക് ഹിയറിംഗ് എയ്ഡ് ഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ പക്ഷാഘാതം വന്ന ഒരാൾക്ക് സംസാരശേഷി വീണ്ടെടുക്കാൻ തെറാപ്പി നൽകുകയോ ചെയ്യുന്നതിലൂടെ അവർക്ക് ലോകവുമായി സംവദിക്കാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അവരുടെ അന്തസ്സോടു കൂടി ജീവിക്കാനുള്ള ഒരു അവകാശമാണ്. ഇനി BOT എന്ന് പറഞ്ഞാൽ, അതായത് ബാച്ചുലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് സ്വന്തമായി ചെയ്യാനുള്ള ഒരു ശേഷി ഇല്ലാതെ ആശ്രയത്വം നഷ്ടപ്പെടുമ്പോഴാണ് ഒരാൾക്ക് വൈകല്യം കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പൊ BOTയുടെ പങ്ക് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വൈജ്ഞാനികപരമായിട്ടോ വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്ക് ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാനോ ജോലി ചെയ്യാനോ കളിക്കാനോ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പ്രവർത്തനക്ഷമതയും ആശ്രയത്വവും വീണ്ടെടുത്ത് നൽകുകയാണ് ഈ BOTയിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഭിന്നശേഷിക്കാരുടെ ജീവിതത്തിലെ ഒരു കുട്ടിയെ പെൻസിൽ പിടിച്ച് പഠിപ്പിക്കുക അല്ലെങ്കിൽ അപകടത്തിൽ പരിക്കേറ്റ ഒരാളെ വീണ്ടും ജോലിക്ക് പോകാൻ പ്രാപ്തനാക്കുക, ഇത് അവർക്ക് ജീവിതത്തിൽ ഒരു പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസുകളുണ്ട് നമുക്ക്. ഇപ്പോൾ കുട്ടികളിലായാലും മുതിർന്നവരായാലും കാണുന്നുണ്ട്. കുട്ടികളിൽ മെയിനായിട്ട് കാണപ്പെടുന്ന പ്രധാന വൈകല്യങ്ങൾ 3 ആയിട്ട് നമുക്ക് തരം തിരിക്കാം. ഓരോ വിഭാഗത്തിലും ഉൾപ്പെടുന്ന പ്രധാന അവസ്ഥകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, ശാരീരിക വൈകല്യങ്ങൾ, ഫിസിക്കൽ ഡിസബിലിറ്റി, അതായത് ശരീരചലനങ്ങളെയോ അല്ലെങ്കിൽ മസിലുകളുടെ പ്രവർത്തനത്തെയോ പേശികളുടെ നിയന്ത്രണത്തെയോ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ സെറിബ്രൽ പാൾസി, അതായത് മസ്തിഷ്കത്തിനേറ്റ കേടുപാടുകൾ കാരണം ചലനങ്ങളെയും പേശികളെയും ഏകോപനത്തെയും ബാധിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ മസ്ലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അതായത് പേശികൾ ദുർബലമാവുകയും ക്രമേണ അത് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ജനിതകപരമായിട്ടുള്ള ഒരു രോഗമാണത്. പിന്നെ വരുന്നതാണ് സുഷ്മനാ നാഡികൾക്ക് ഏറ്റിട്ടുള്ള പരക്കുകൾ, അതായത് നട്ടലിനോ അല്ലെങ്കിൽ സുഷ്മനാ നാഡിക്കോ ഏൽക്കുന്ന പരക്കുകൾ കാരണം ചലനശേഷി നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ അവയവ വൈകല്യങ്ങൾ ഉണ്ടാവാം, കൈകാലുകളുടെ രൂപത്തിലോ ഘടനയിലോ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അതുപോലെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്ദ്രിയപരമായിട്ടുള്ള വൈകല്യങ്ങളാണ് വരുന്നത്, അതായത് കേൾവി, കാഴ്ച, സംസാരം തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലുള്ള വിവരങ്ങൾ സ്വീകരിക്കുന്നതിനോ അത് പ്രോസസ്സ് ചെയ്യുന്നതിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നതാണ് ഹിയറിംഗ് എംപയർമെന്റ്, അതായത് കേൾവി ശക്തിയിൽ ഉണ്ടാകുന്ന കുറവ്, സംസാര ഭാഷാ വൈകല്യങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ,
അതുപോലെ കാഴ്ചക്കുറവ്, വിഷ്വൽ ഇമ്പയർമെന്റ് ഉണ്ടാവാറുണ്ട്. ഇനി മൂന്നാം സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബുദ്ധിപരവും വികസനപരമായിട്ടുള്ള വൈകല്യങ്ങൾ, ഇന്റലക്ച്വൽ ആൻഡ് ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ്. അതായത് വൈജ്ഞാനികമായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ സാമൂഹ്യ ഇടപെടലുകൾ, വികസനപരമായ കാര്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള വെല്ലുവിളികളാണ് ഈ വിഭാഗത്തിൽ വരുന്നവരുടെ ഒരു ബുദ്ധിമുട്ട്. അതായത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയും നമ്മൾ, അതുപോലെ ADHD എന്ന് പറയുന്നുണ്ട്, അതുപോലെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതായത് ക്രോമസോം സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം ബുദ്ധിപരമായിട്ടുള്ള വികസനത്തിലും ശാരീരിക വളർച്ചയിലും ഉണ്ടാകുന്ന ഒരു കാലതാമസത്തിന്റെ ഒരു സിറ്റുവേഷനാണത്. അതുപോലെ പഠന വൈകല്യങ്ങൾ, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് വായിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ, കണക്കുകൾ ചെയ്യാനും ഗണിതപരമായിട്ടുള്ള ചിന്തകൾക്കുള്ള ഒരു ബുദ്ധിമുട്ട്, അതാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞ് എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന പല കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവരും ഉണ്ട്. ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഡിസബിലിറ്റീസുകളാണ്. ഇവിടെയെല്ലാമാണ് ഈ BSLP അല്ലെങ്കിൽ BUT കഴിഞ്ഞിട്ടുള്ള കാറ്റഗറി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ BSLP കോഴ്സ് എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി, 3 to 4 ഇയേഴ്സിന്റെ ഒരു പ്രൊഫഷണൽ ബിരുദ കോഴ്സാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള വ്യക്തികളിലെ കേൾവി അല്ലെങ്കിൽ സംസാരം, ഭാഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിലയിരുത്തുക, രോഗനിർണയം നടത്തുക, ചികിത്സിക്കുകയും അതിനെ പുനരധിവസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ മെയിനായിട്ട് വരുന്ന ലക്ഷ്യം. ഇതിൽ പരിശീലനം എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ, പ്രാക്ടിക്കം, അതുപോലെ രോഗനിർണയ രീതികൾ, ഡയഗ്നോസ് ടെക്സ്റ്റുകൾ, ഓഡിയോളജി, അതുപോലെ SLP തെറാപ്പി, ഗവേഷണ രീതിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഇവർക്ക് ഈ BSLPക്കകത്ത് നൽകുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ BSLP പോലെയുള്ള കോഴ്സുകൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്തൊക്കെ കാറ്റഗറീസിലുള്ള സർട്ടിഫിക്കേഷൻസിനാണ് ഇതിനെടുക്കേണ്ടത്. അംഗീകാരം ഇല്ലാത്ത ഒരു കോളേജിനകത്ത് നിങ്ങൾ പോയി സർട്ടിഫിക്കേഷൻസ് എടുത്താൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഒരു വർക്കിംഗ് ലെവലിലേക്ക് വരുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് വരും. എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മുടെ ഇൻസൈറ്റ് 360 മെന്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ പേജസും കൂടി ഒന്ന് ഫോളോ ചെയ്യാം.